ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷനെക്കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്മ്യൂൾ നമുക്ക് ഫ്രീ ആയിട്ട് VIP ആക്സസ് എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ സ്മ്യൂളിൽ പാട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ സ്മ്യൂൾ നമുക്ക് വേണ്ട എങ്കിൽ പെർമനൻ്റായിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്മ്യൂളിൽ പാട്ട് പാടി നല്ലൊരു പെർഫെക്റ്റ് സൗണ്ട് കൂടി അതിൻ്റെ സെറ്റിങ്സുകളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ നല്ലൊരു സ്മൂത്ത് നല്ലൊരു സൗണ്ടിൽ എങ്ങനെ പാട്ട് പാടാം, എങ്ങനെ അത് സേവ് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. 1-2 ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു ആ സെറ്റിങ്സിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തി നല്ലൊരു രൂപത്തിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാട്ടും നല്ല ഭംഗിയോടുകൂടി നല്ല സ്മൂത്ത് സൗണ്ടോടുകൂടി നല്ല രൂപത്തിൽ നമുക്ക് പാടി സേവ് ചെയ്യാൻ സാധിക്കും. ഇന്ന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കാണുക. സ്മ്യൂളിൽ പാട്ട് പാടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഞാൻ അതിനായിട്ട് ഇവിടെ സ്മ്യൂൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ നെയിമും നമ്മൾ പാടിയ പാട്ടുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഫീഡ് എന്ന ഭാഗത്തിൽ മറ്റുള്ളവർ പാടിയ പാട്ടുകളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. എക്സ്പ്ലോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഒരുപാട് ആളുകൾ പാടിയ പാട്ടുകളും അത് എത്രത്തോളം വ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. ഇവിടെ ആക്ടിവിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻസുകൾ, നമുക്ക് വന്ന കമൻറ്റുകൾ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇൻവൈറ്റ് എന്ന ഭാഗത്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫോളോ ചെയ്തവർ എത്ര ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ഇൻവൈറ്റിലും നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഗിഫ്റ്റ് എന്ന ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഓരോ പാട്ടിലും ആൾക്കാർ പല ഗിഫ്റ്റുകളും ചിലപ്പോൾ നമുക്ക് തരും. ഇതുപോലെ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് സോങ് ബുക്ക് എന്ന ആ താഴെയുള്ള 5 ഐക്കണിൽ 5 ടാബിൽ സോങ് ബുക്ക് എന്ന ടാബ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ ഏത് പാട്ടും പാടാം. നമുക്ക് ഈ പാട്ടുകളൊന്നും പാടണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് പാടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ബാറുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പാട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇഷ്ടമുള്ള പാട്ട് അവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് പാടാൻ സാധിക്കും. ഞാൻ ഏതായാലും ഒരു പാട്ടിവിടെ സെലക്ട് ചെയ്തിട്ട് പാടാനുള്ള ഒരു പ്ലാനിലാണ്. എങ്ങനെയാണ് പാടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാട്ട് സെലക്ട് ചെയ്തു. ഇവിടെ സിംഗ് എന്ന നീല കളർ കാണുന്ന ആ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്യാം. ആ പാട്ടിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡു ഇറ്റ് നമുക്ക് വേണമെങ്കിൽ ഡു ഇറ്റ് നമുക്ക് പാടി പോസ്റ്റ് ചെയ്യാം. ഗ്രൂപ്പ് സോങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സോളോ നമുക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടാം. ഞാൻ സോളോ തിരഞ്ഞെടുക്കുകയാണ്. സോളോ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആകുന്ന പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് സിംഗിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പാട്ട് പാടാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് 1-2 സെറ്റിങ്സ് നമുക്കിവിടെ ചെയ്യാനുണ്ട്. ഇവിടെ വലതുവശത്ത് മുകളിൽ 2 ഐക്കണുകൾ കാണാൻ സാധിക്കും. ഒന്ന് മൈക്കിൻ്റെ ചിഹ്നവും അതുപോലെ തന്നെ ഒന്ന് സ്പീക്കറിൻ്റെ ചിഹ്നവും. ഇതിൽ നമുക്ക് നമ്മുടെ വോയിസ് കൂട്ടുകയും കുറയ്ക്കുകയും ആ സ്പീക്കറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ സ്പീക്കറിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോക്കൽ, നമ്മുടെ വോയിസ് നമുക്ക് കൂട്ടുക കുറയ്ക്കുക ഒക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ഇത് പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ചെയ്യാം കേട്ടോ. സേവ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ആ ഒരു മൈക്കിൻ്റെ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഫക്റ്റുകൾ, അതായത് എന്തൊക്കെ എഫക്റ്റുകൾ വേണമെന്ന് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ നല്ല നല്ല സ്റ്റുഡിയോ എഫക്റ്റുകൾ ഇവിടെയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൂപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കില്ല. ഞാനിത് നേരത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ കാണുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂപ്പർ സ്റ്റുഡിയോ കാണാൻ സാധിക്കും. ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു എഫക്റ്റാണ്. ഇതിൽ തന്നെ ഒരു പെന്നിൻ്റെ ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് 35, അതായത് 30-40 ഇടയിൽ വെക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 35 ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഒരു കറക്റ്റ് നല്ലൊരു സൗണ്ടാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഏകദേശം ഒരു 65-70 ഇടയിൽ നിങ്ങൾ വെക്കുക. ഞാനിപ്പോൾ 70 ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഒരു നല്ലൊരു സൗണ്ട് എഫക്റ്റാണ്. ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ സെലക്ട് ചെയ്ത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പാട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല. ഹെഡ്ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ പാട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് പാടാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്.
ഇപ്പോൾ നമുക്കിവിടെ പാടാൻ സാധിക്കും. ഞാനിവിടെ പാടുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 2023 പുതിയ സ്മൂളിൽ നല്ലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പാട്ട് ഇടയ്ക്ക് തെറ്റിപ്പോവുകയാണെങ്കിലൊക്കെ നമുക്കിവിടെ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഈ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വരികൾ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള ഓപ്ഷൻ ഐഫോണിലേതുപോലെ തന്നെ ആൻഡ്രോയിഡിലും വന്നിട്ടുണ്ട്. താഴെയും അതേപോലെ തന്നെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് എവിടെയാണ് തെറ്റിയത് അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ പാടി ഇനി സേവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ പാടിക്കഴിഞ്ഞു, നമ്മളത് പാടിക്കഴിയുമ്പോൾ തന്നെ ഇവിടെ സേവ് എന്ന് വരും. ഞാൻ ഇവിടെ പകുതിക്കുന്ന് ഇവിടെ സേവ് ചെയ്യുകയാണ്. അതിനായിട്ട് ഇവിടെ ആ പൗസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സേവ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും പാടാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ സേവ് എന്ന് കൊടുക്കുകയാണ്. സേവ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെയുള്ള ഓപ്ഷനാണ് വരിക. ഇവിടെ നമുക്ക് പാട്ട് കേൾക്കാം. ഇവിടെ തന്നെ നമ്മുടെ വോക്കൽ സൗണ്ട് നമുക്ക് കൂട്ടാം കുറക്കാം, അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോൻ്റെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്യാമറ ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ആ വീഡിയോൻ്റെ ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം. പാടിയതിന് ശേഷവും നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അവിടെ തൊട്ട് മുകളിൽ നമുക്ക് മൈക്കിൻ്റെ ആ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മൈക്കിൻ്റെ സിമ്പിളിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത സൂപ്പർ സ്റ്റുഡിയോയിലുള്ള ആ സൗണ്ട് നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് വ്യത്യാസം വരുത്തണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വ്യത്യാസം വരുത്താനും സാധിക്കും. അതിന് തൊട്ട് മുകളിലുള്ള ആ സ്പീക്കറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വോയിസ് നമുക്ക് കൂട്ടാം കുറക്കാം ഒക്കെ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇവിടെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും സേവ് ചെയ്യുന്നതിന് മുമ്പേ. അതിന് തൊട്ട് മുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പാട്ടും മ്യൂസിക്കും തമ്മിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ, അതായത് മ്യൂസിക്കിനോട് കറക്റ്റായിട്ട് പാടിയിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ. ഇത് നമുക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാം കൊണ്ടും നമുക്കിവിടെ സേവ് ചെയ്യാൻ ഏറ്റവും നല്ലത് അങ്ങനെ സേവ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളെല്ലാം കറക്റ്റായിട്ട് കേട്ട് നോക്കിയതിന് ശേഷം ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിനൊരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി കാണിക്കും. അവിടെ നമുക്ക് ആവശ്യമുള്ള ഈ പാട്ടിന് തന്നെ ടൈറ്റിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ഇൻവൈറ്റ് ആണെങ്കിൽ ആ ഇൻവൈറ്റിന് അനുസരിച്ചുള്ള നല്ലൊരു ടൈറ്റിലും അതിൻ്റെ ഇമോജികളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഇത് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പബ്ലിക്കായിട്ട് അങ്ങനെയുള്ള സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഇവിടെ സേവ് ചെയ്യുകയാണ്. അതായത് മറ്റൊരാൾ കാണണ്ട, എനിക്ക് മാത്രം കേട്ടാൽ മതി. അങ്ങനെ കൊടുത്തിട്ട് ഞാനിവിടെ സേവ് കൊടുത്തു. ഇവിടെ സേവ് കൊടുക്കുമ്പോൾ ഇവിടെ അത് സേവ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഗാലറി നമുക്കിവിടെ സ്മ്യൂളിൻ്റെ പ്രൊഫൈലൊന്ന് തുറന്ന് നോക്കാം. പ്രൊഫൈൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചാനലിൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ പാടിയ ആ ഒരു പാട്ട്. ആ പാട്ടിപ്പോൾ ഒരു ലോക്കിൻ്റെ ചിഹ്നമുണ്ട്, അതായത് പ്രൈവറ്റ് ആയതുകൊണ്ട് ആ ലോക്കിൻ്റെ ചിഹ്നം ഉണ്ടാകും. നമുക്കിവിടെ നിന്ന് കേൾക്കാൻ സാധിക്കും. ഇനി നമുക്ക് പാട്ടിൻ്റെ ടൈറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും മാറ്റണമെങ്കിൽ ടൈറ്റിൽ മാറ്റാം. ഇവിടെ എഡിറ്റ് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് പ്രൈവറ്റ് എന്ന് വേണമെങ്കിൽ പബ്ലിക് ആക്കാം. അതുപോലെ തന്നെ ഈ ടൈറ്റിൽ നമുക്ക് മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു പാട്ട് സ്മ്യൂളിൽ പാടുന്നത്. ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഇവർ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്മ്യൂളിൽ നല്ല ഒരു എഫക്റ്റോടുകൂടി നല്ല സെറ്റിങ്സോടുകൂടി നമുക്ക് ഇവിടെ ഇതിൽ പാടി നല്ല ക്ലിയർ വോയിസിൽ നമുക്ക് പാടാൻ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് സാധിക്കും. ഈ സെറ്റിങ്സൊക്കെ കൃത്യമായി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ട് നല്ല സൂപ്പറായിരിക്കും. നിങ്ങളിങ്ങനെ പാടി നോക്കുക. എന്നിട്ട് ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ പാട്ട് സൂപ്പറാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.